കേരളത്തിലെ അമ്പലങ്ങളും ഹൈദരാബാദിലെ അമ്പലങ്ങളും തമ്മിലുള്ള ട്രഡീഷണൽ ഡിഫറൻസസ് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ ഇവിടെ പോണ വഴിക്ക് പശുവിനെ കൊണ്ട് അനുഗ്രഹം വാങ്ങുക, നെയ്ത്ത് ചാട്ടവാറ് കൊണ്ട് അടിക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെ ചെയ്ത ആൾക്കാർ കാശൊക്കെ മേടിക്കുന്നത് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ തന്നെ ഇത് ശിവൻ്റെ അമ്പലമായിട്ടും കൂടി ഫുൾ വലം വെക്കണം, അതായത് ഫുൾ സർക്കിൾ അവർ പോയിട്ട് വലം വെച്ചിട്ട് വരും. അതെനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കാർത്തിക മാസം ഭയങ്കര സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഇവർ ഈ താഴെ മൊത്തം തിരിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇതിനകത്തൊരു സ്പെഷ്യൽ ദർശനത്തിന് വേണ്ടിയിട്ട് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ശ്രീകോവിലിൻ്റെ അകത്തേക്ക് ഇവർ അലവ് ചെയ്യുകയും അവിടെ നമുക്ക് ധാരയൊക്കെ ചെയ്യാനും പറ്റും. നമ്മുടെ നാട്ടിൽ അതൊന്നും പറ്റില്ല, പക്ഷേ ആന്ധ്രയും ഹൈദരാബാദിലും ഒക്കെ അങ്ങനെയൊക്കെ പറ്റും. പിന്നെ ഇവിടുത്തെ പ്രസാദം കണ്ടില്ലേ, തൈരാണത്, തൈരും പഴമൊക്കെ ഇട്ടിട്ടൊരു പ്രസാദം. അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ എല്ലാവരും തിരിയൊക്കെ കത്തിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. കാർത്തിക മാസം സോ സ്പെഷ്യൽ ഫോർ ദം. അപ്പോൾ എല്ലാവരും വ്രതമൊക്കെ എടുക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് ഈ ടൈമിൽ. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഗുഹയാണ്. ഈ ഗുഹയുടെ അകത്തേക്ക് വരുന്നതാണ് സെക്കൻഡ് ഷോട്ട്സ്.